ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 54 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴി എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയ ഒരു പ്രലാപം കഴിച്ചു. സ്തേഫാനോസിൻ്റെ അതിഗംഭീരമായ പ്രസംഗം ഒരു ദുരന്തത്തിലാണ് അവസാനിച്ചത്. താൻ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി ഇല്ലാതെ വന്നപ്പോൾ തൻ്റെ എതിരാളികൾ തൻ്റെ നേരെ പല്ല് കടിച്ചു. അവർ അങ്ങനെ പല്ല് കടിച്ച് സ്തേഫാനോസിൻ്റെ നേരെ നോക്കിയപ്പോൾ സ്തേഫാനോസ് പറഞ്ഞ ഒരു കാര്യമാണ് 55-56 വാക്യങ്ങളിൽ നാം കാണുന്നത്. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് വിട്ടുനോക്കി. ഇവർ സ്തേഫാനോസിൻ്റെ മുഖത്തേക്ക് നോക്കി, സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി. അതായിരുന്നില്ല പ്രശ്നം. അത് കഴിഞ്ഞ് സ്തേഫാനോസ് കണ്ട കാര്യം സ്തേഫാനോസ് പറഞ്ഞു. 55-ാം വാക്യം, ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതുമാണ് സ്തേഫാനോസ് കണ്ടത്. താൻ അതിനെക്കുറിച്ച് പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. യേശു ദൈവപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. തൻ്റെ പ്രസംഗത്തിൽ ഒരിടത്തും താൻ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല. അതിനുള്ള അവസരം ഉണ്ടായില്ല. അതിനു മുമ്പ് ഇവർ പല്ല് കടിച്ച് അവൻ്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. പക്ഷെ തൻ്റെ മരണസമയത്ത് താൻ പറഞ്ഞ കാര്യം, ഞാൻ സ്വർഗത്തിൽ യേശു നിൽക്കുന്നത് കാണുന്നു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കാണുന്നു. ഇത് യഹൂദന്മാരായ ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാകും ഈ പറയുന്നത് എന്താണെന്ന്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുക എന്ന് പറയുന്നതിലും വലിയൊരു സ്ഥാനം ഇല്ല. അത് ദൈവപുത്രനാണെന്ന് അവർക്കറിയാം, മെസ്സിയാണെന്ന് അവർക്കറിയാം. നസ്രായനായ യേശു, ഗലീലക്കാരനായ യേശു 2-2.5 മാസങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ വെച്ച് ക്രൂശിച്ച് കൊല്ലപ്പെട്ട യേശു ദൈവപുത്രനോ? അവർക്ക് കോപം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ പറഞ്ഞ കാര്യം കേൾക്കാതിരിക്കാൻ വേണ്ടി അവരെന്താ ചെയ്തത്? അവർ ഉറക്കം നിലവിളിച്ചു. ഒരാൾ സംസാരിക്കുമ്പോൾ ആ ആൾ പറയുന്നത് ഞാനോ മറ്റുള്ളവരോ കേൾക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണല്ലോ ഉറക്കെ സംസാരിക്കുന്നത്. നമ്മുടെ TV ചാനലുകളിലെ ചർച്ചകൾ തീരുന്നത് അങ്ങനെയാണല്ലോ. അയാൾ പറയുന്നത് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുക. ഇവർ ഉറക്കം നിലവിളിച്ചു. എന്തിനു വേണ്ടിയാ? യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു എന്ന് സ്തേഫാനോസ് സാക്ഷ്യം പറയുന്നത് ആരും കേൾക്കരുത്. എന്നിട്ട് അവർ ചെവി പൊത്തി. ഇവർക്കും അത് കേൾക്കണ്ട. അവർ ചെവി പൊത്തി ഓടി അവൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു. സാക്ഷികൾ ആരാണ്? സാക്ഷികൾ കള്ളസാക്ഷികളാണ്. ഇവൻ ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ, ന്യായപ്രമാണത്തിനെതിരെ, വിശുദ്ധ സ്ഥലത്തിനെതിരെ ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയുന്ന സാക്ഷികൾ. അവരെന്ത് ചെയ്തിരുന്നു? അവരാണ് ഈ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്.
ഇവൻ ദൈവദൂഷണം പറഞ്ഞത് കേട്ടു എന്ന് അവരാണല്ലോ ആദ്യം കല്ലെറിയേണ്ടവർ. അവരുടെ ഉടുപ്പിൽ മണ്ണ് പറ്റാതിരിക്കാൻ, മരിച്ചയാളുടെ രക്തം പറ്റാതിരിക്കാൻ അവർ ആ ഉടുപ്പ് ഊരി ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. എന്ന് വച്ചാൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആ ബാല്യക്കാരൻ സാക്ഷിയായിരുന്നു. ആ ബാല്യക്കാരൻ്റെ പേരാണ് ശൗൽ. ആ ശൗലിനെ ലൂക്കോസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്തേഫാനോസ് പറഞ്ഞ കാര്യം, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അപ്പോൾ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ കല്ലെറിഞ്ഞു പോകുന്നത്. കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ അവൻ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു മരിച്ചു. അപ്പോൾ സ്തേഫാനോസിൻ്റെ മരണത്തിനും അതിനു മുമ്പ് അവൻ നടത്തിയ പ്രസംഗത്തിനും സാക്ഷിയായിരുന്നു ശൗൽ എന്ന ഈ ചെറുപ്പക്കാരൻ. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ അന്ന് ആഴമായി പതിഞ്ഞു. അതിലൊന്ന്, യേശുവാണോ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത്? ആണോ അല്ലയോ അറിഞ്ഞുകൂടാ. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് യേശുവാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് എന്നാണ്. അവൻ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുമ്പോൾ ഒരു കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ഇനി അത് പറയാതിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവനെ ജീവൻ തിരിച്ചു കിട്ടിയേനെ. മരണസമയത്തും അവൻ പറഞ്ഞത് യേശുവാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനെന്നാണ്. പിന്നെ പറഞ്ഞത്, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ മരിച്ചവരുടെ ആത്മാവിനെ സ്വീകരിക്കുന്നത് യേശുവാണോ? അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മരണസമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്നല്ലേ. മരണസമയത്ത് അവനൊരു കള്ളം പറയുമോ? മരണസമയത്ത് അവൻ ചെയ്ത മറ്റൊരു കാര്യം, മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. പാപം ക്ഷമിക്കുന്നത് യേശുവാണോ? ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മരണസമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതെന്ന് വെച്ചാൽ അവരോട് ഈ പാപം ക്ഷമിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നതിൽ നിന്നും ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ആ മരിച്ച ചെറുപ്പക്കാരൻ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അതോടൊപ്പം യെരുശലേമിൽ വലിയ ഉപദ്രവം ഉണ്ടായി. സ്തേഫാനോസിനെ കൊന്നു, മറ്റുള്ളവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അപ്പോസ്തലന്മാരായ ആളുകൾ അവിടെ താമസിച്ചു. ബാക്കി എല്ലാവരും അവിടുന്ന് ചിതറിപ്പോയി. ഭക്തിയുള്ള ചില ആളുകൾ സ്തേഫാനോസിന് ഒരു ശവസംസ്കാരം നൽകി അവനെക്കുറിച്ചൊരു വിലാപവും നടത്തി. പക്ഷേ ഈ ചെറിയ ജീവിതം കൊണ്ട് സ്തേഫാനോസ് വലിയ കാര്യം ചെയ്തു. ആ വലിയ കാര്യമെന്ന് പറയുന്നത് മരണപര്യന്തം താൻ വിശ്വസ്തനായിരുന്നു എന്നതാണ്. മരണസമയത്തും താൻ സത്യത്തിൻ്റെ സാക്ഷിയായിരുന്നു. യേശുവാണ് ദൈവം, യേശുവാണ് കർത്താവ്, പാപം ക്ഷമിക്കുന്നവൻ യേശുവാണ്, മരിച്ചവരുടെ ആത്മാവിനെ, അതായത് കർത്താവിൽ മരിച്ച ആത്മാവിനെ സ്വീകരിക്കുന്നത് യേശുവാണെന്ന് താൻ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പൗലോസിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കുലുക്കി. ഉടനെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും അതാണ് പൗലോസിൻ്റെ മാനസാന്തരത്തിന് ഇടയാക്കിയ ഒരു പ്രധാന കാര്യം. നമ്മുടെ സാക്ഷ്യം അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരണം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.